എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ എന്ന് കേൾക്കുന്ന സമയത്ത് അഭിമാനപൂരിതമാവില്ല അന്തരംഗം. പക്ഷേ തിളയ്ക്കും ചോര ഞരമ്പുകളിൽ ഒരു വലിയ കൂട്ടം ആളുകൾക്ക് വലിയ ദേഷ്യമാണ് ബിഗ് ബോസ് മലയാളം എന്ന റിയാലിറ്റി ഷോയുടെ പേര് കേൾക്കുന്ന സമയത്ത്. കാരണം അത്രമേൽ വെറുപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തിട്ടുള്ള കണ്ടസ്റ്റൻസിൽ ഒരു വലിയ കൂട്ടം ആളുകളും അതിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള പ്രകടനങ്ങൾ നടത്തുന്ന ഒരു കൂട്ടം ആളുകളും. ഇത് അത്രമേൽ ലോക്കലായിട്ടുള്ള ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു റിയാലിറ്റി ഷോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയായി മാറുന്നത് സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ അതിലുള്ളത് കൊണ്ടാണ്. നമ്മുടെ സ്റ്റാൻഡേർഡൊക്കെ ആ ഒരു റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റൻസിൽ നിന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചെറിയൊരു ഡിസ്ക്ലെയിമർ പോലെ ഒരു സംഭവം പറയുകയാണ്. കുറച്ച് ആളുകൾക്ക് വേദന ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മുന്നേ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, വിജയിച്ചിട്ടുള്ള ആളുകൾ, പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ, നിലവിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വേണ്ടപ്പെട്ട ആളുകൾ, ഫാൻസ്, അങ്ങനെയുള്ള ആളുകൾക്ക് വേദന തോന്നിയാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു യങ്ങർ ജനറേഷന് അല്ലെങ്കിൽ ടീനേജേഴ്സ് ഇൻസ്റ്റൻറ്റ് ഫെയിമിന് വേണ്ടി ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോകളാണ് ജീവിതമെന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളെ തിരുത്തുക, അങ്ങനെയുള്ള ആ ഒരു ചിന്ത മാറ്റുക എന്നത് സദുദ്ദേശപരമായിട്ടുള്ള എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമായി കരുതുന്നതുകൊണ്ട് ഞാൻ ആരെയും ഭയക്കാതെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വേദനകളെ കൺസിഡർ ചെയ്യാതെ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു റിയാലിറ്റി ഷോ വലിയ ചർച്ചയായി മാറുന്നത്? കാരണം അതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട്. നെതർലാൻഡ്സിലെ എൻഡമോൾ ഷെയ്ൻ്റെ ബിഗ് ബ്രദർ ഫോർമാറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് മലയാളത്തിലെ ബിഗ് ബോസ്. അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. സമൂഹത്തിൻ്റെ പൊതുബോധത്തിൻ്റെ നേർചിത്രം കാണിച്ചു തരാനായിട്ട് കഴിവുള്ള ആളുകളെയാണ് അതിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഒത്തിരിയധികം ധനവാന്മാരായിട്ടുള്ള ആളുകൾ, ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, മിടുക്കന്മാർ എന്നൊരു കാറ്റഗറിയിലേക്ക് നമുക്കതിൽ അത്രയധികം മത്സരിക്കാനായിട്ട് പറ്റത്തില്ല. ചില വൾണറബിലിറ്റീസ് ഉള്ള, ചില മോശമായിട്ടുള്ള പാസ്റ്റുള്ള, എന്നാൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ആ ഒരു റിയാലിറ്റി ഷോയിലേക്ക് കൺസിഡർ ചെയ്യുന്നത് എന്ന് വളരെ ഈസി ആയിട്ട് അതിൻ്റെ ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ സെലക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നിലവിൽ അതിൽ പങ്കെടുത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇതിനെ നിരാകരിച്ചാലും നമുക്ക് അവരെ അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ആ ഒരു കണ്ടസ്റ്റൻറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് അത് അങ്ങനെയാണ്. ഇതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ അറിയേണ്ട ബിഗ് ബോസിൻ്റെ ചില റിയാലിറ്റികളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു റിയാലിറ്റി ഷോ വേറെയില്ല. അത്രയധികം സമൂഹത്തിൻ്റെ ഒരു നേർചിത്രം നമുക്ക് ആ ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ വലിയ സമയം അതിനുവേണ്ടി മുടക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യവും പലപ്പോഴും പണയപ്പെടുത്തേണ്ടി വരും. ഞാൻ കഴിഞ്ഞ 2 സീസണായിട്ട്, ഈ സീസൺ അടക്കം വൈകിട്ട് എപ്പിസോഡുകൾ കൃത്യമായി കാണാറുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ ലൈവും ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. ഞാനിത് കാണുന്ന സമയത്ത് എനിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ റിവ്യൂ നൽകാനായിട്ട് സാധിക്കും. അതുവഴി എനിക്ക് ധനസമ്പാദനത്തിനുള്ള മാർഗ്ഗമുണ്ട്. എന്നാൽ ഇത് കാണുന്ന ഒരു വലിയ കൂട്ടം ആളുകൾക്ക് മാനസികാരോഗ്യം, അവരുടെ സമയം, അവരുടെ പ്രൊഡക്ടിവിറ്റി എന്നിവയിൽ വലിയ കാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കും. നമുക്കങ്ങനെ ഇല്ലാത്തതുകൊണ്ടും ഞാനത് വേറെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ടും എനിക്കിത് കാണുന്നതിൽ കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാലും ഞാനിത് ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യില്ല. ലൈവ് ഒന്നും ഒരിക്കലും ഞാൻ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത്രയധികം നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബിഗ് ബോസിൻ്റെ ലൈവ് എന്ന് പറയുന്നത്. ഞാനൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. പലപ്പോഴും ഈ റിവ്യൂസൊക്കെ വളരെ ആത്മാർത്ഥമായി താല്പര്യത്തോടെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ പല ആളുകളും, ഇതിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള പല ആളുകളും എന്നോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടനെ ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു 3-4 മെസ്സേജ് ഉണ്ടായിരുന്നു. ചേട്ടന് വൈൽഡ് കാർഡൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു അവസരമായിരിക്കില്ലേ? ചേട്ടൻ അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ഒരിക്കലും അടിപൊളിയാവാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്നുള്ളത് എനിക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ റിവ്യൂ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമഡിയാണ്. അതിൻ്റെ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായൻ്റെ മോനെ ഗോൾ എന്ന് ഗ്രൗണ്ടിൻ്റെ പുറത്ത് നിന്ന് കളിക്കുന്ന കളിക്കാരനോട് പറയുന്നത് പോലെയാണ് ബിഗ് ബോസിൻ്റെയൊക്കെ റിവ്യൂ പലപ്പോഴും ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് പോലെയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയോ ഒന്നുമല്ല കാര്യങ്ങൾ നടത്തപ്പെടുന്നത്. അതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. അതേപോലെ തന്നെ വളരെയധികം സൈക്കോളജിക്കലായിട്ട് ഗെയിമുകളെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ മാനസിക അവസ്ഥയൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ്. അവിടെ നമ്മുടെ ഒരു പ്ലാനും നടക്കില്ല. നമ്മളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചിട്ടാണ് ആ ഒരു ഗെയിമിൻ്റെ ഫോർമാറ്റ് അവർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ എപ്പിസോഡും ഓരോ ലൈവും ഓരോ തരത്തിലുള്ള മാനിപ്പുലേഷനാണ്. അത് വ്യൂവേഴ്സിനെ ആണെങ്കിലും കണ്ടസ്റ്റൻസിനെ ആണെങ്കിലും കാര്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഒരു ഷോയുടെ ഒരു ഡയറക്ടർ വിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് മാത്രമേ ഇത് നടത്തപ്പെടത്തുള്ളൂ. ലൈവ് കാണുന്ന ആളുകൾ വിചാരിക്കും ലൈവിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഇതിൽ വിധി നിർണ്ണയം നടത്താനായിട്ട് സാധിക്കും.
നടക്കത്തില്ല. 72 ക്യാമറകളാണ്. 72 ക്യാമറകളിലെ ഒരു ക്യാമറയുടെ ഒരു ഫ്രെയിം മാത്രമാണ് നിങ്ങൾക്ക് അറ്റ് എ ടൈം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്ത് നിങ്ങൾ കാണണമെന്നും എന്ത് നിങ്ങൾ കാണരുതെന്നും എന്ത് ഞങ്ങൾ പറയണമെന്നും അവർ കൃത്യമായിട്ട് ഒരു ദിവസമൊക്കെ എഡിറ്റ് ചെയ്ത് ആലോചിച്ചതിന് ശേഷമാണ് ലൈവ് പോലും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, സ്മാർട്ട് ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള, നല്ല പ്രൊഫൈലുള്ള ആളുകൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്കുള്ള ഇൻവിറ്റേഷൻ അവോയ്ഡ് ചെയ്യേണ്ടത്? കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഞാൻ മറുപടി കൊടുത്തു, ചേട്ടൻ ബിഗ് ബോസിൽ പോയിക്കൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടുള്ള സാധ്യത ഇനി നിലവിലില്ല, വഴികളെല്ലാം അടഞ്ഞു, എനിക്ക് ഫാമിലി സപ്പോർട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരുമില്ല, എന്നെ ഒന്ന് താങ്ങി നിർത്താൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരു പണവുമായിട്ടൊരു ഓഫർ വരികയാണെങ്കിൽ അന്ന് പോകും. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഇതിൻ്റെ ലാഭം എവിടെയാണ് കിടക്കുന്നത്? ഇത് ആരുടെ പദ്ധതിയാണ്? ഇത് നമ്മുടെ പദ്ധതിയല്ല. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അതുവഴി എൻ്റെ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക, ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക, ഏത് ഭാഗം കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കരുത് എന്ന് പ്ലാൻ ചെയ്യുക എന്നതൊക്കെ എന്നിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരാളുടെ പദ്ധതിയിലേക്ക് ഞാൻ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന സമയത്ത് അവർ പ്ലാൻ ചെയ്യും എൻ്റെ എന്തൊക്കെ കാണിക്കണമെന്നും എങ്ങനെ എന്നെ പ്രസൻറ്റ് ചെയ്യണമെന്നും. എത്രയൊക്കെ ഞാൻ ഫേക്കായിട്ട് അവിടെ നിൽക്കാനായിട്ട് ശ്രമിച്ചാലും എൻ്റെ 24 മണിക്കൂറുകൾ 100 ദിവസം ഞാൻ ഒരാൾക്ക് പണം വാങ്ങി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയയുമില്ല. സമയം പോലും കണ്ടസ്റ്റൻസിനോട് പറയാത്ത ഒരു റിയാലിറ്റി ഷോയിൽ ഏതൊക്കെ ക്യാമറകൾ എപ്പോഴൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിഡ്ഢി ചിന്തയിൽ, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഫാൾസ് ബിലീഫിൽ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു ഫാൾസ് ബിലീഫിൽ തോന്നുന്ന ഒരു കാര്യമാണ്, ഞാനൊരു ഹീറോ ആയി മാറിയിരിക്കുന്നു, എല്ലാ ക്യാമറകളും എന്നെ ഒപ്പുന്നു, പ്രേക്ഷകർ ഇപ്പോൾ എൻ്റെ ഹീറോയിസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങൾ കൂട്ടിലടച്ച ഒരു കിളിയാണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു കോമാളിയാണ്. നിങ്ങൾ നിങ്ങളുടെ 24 മണിക്കൂർ ബാക്കിയുള്ള ആളുകളുടെ എൻ്റർടൈൻമെൻറ്റിനായി വിറ്റിരിക്കുന്നു. നിങ്ങൾ അവരുടെ മുൻപിൽ വേഷം കെട്ടുകയാണ്, അവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. നിങ്ങൾ ഒരു സർക്കസ് കൂടാരത്തിൽ ഒരു കോമാളി ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. കാര്യം ഈ റിയാലിറ്റി ഷോ കാണും, അതിൻ്റെ റിവ്യൂ ഒക്കെ നൽകുമെന്നുണ്ടെങ്കിലും ഇതെന്താണ് പരിപാടി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ ആലോചിക്കുക, വളരെ സ്മാർട്ടായിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള, നല്ല പ്രൊഫൈലുള്ള, നല്ല വിദ്യാഭ്യാസ യോഗ്യതകളുള്ള, ജീവിക്കാൻ വഴിയുള്ള നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഈ ഒരു വിഡ്ഢിവേഷം കെട്ടിയിട്ട് വേണോ ജീവിക്കാനായിട്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഈ ഒരു ഓഫർ നിരസിക്കും. അപ്പോൾ രണ്ടാമതായിട്ട് ആരാണ് ഈ ഒരു ഓഫർ തിരഞ്ഞെടുക്കേണ്ടത്? ആരൊക്കെ ആയിരിക്കും ഇത് തിരഞ്ഞെടുക്കുക? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു പെർഫോമൻസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യേണ്ടതുണ്ട്, എന്നാലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ, ആ ഒരു ക്രൗഡുമായി ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ വരുമാനം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ നല്ലൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ്, നിങ്ങൾ നല്ല കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ നല്ല ഒരു കഥാപാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് നിങ്ങൾക്ക് നല്ല പ്ലാറ്റ്ഫോം ഒന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ പെർഫോം ചെയ്യുന്നു, നിങ്ങളുടെ ടാലൻറ്റ് അവിടെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു ഷോയിൽ നിന്ന് നിങ്ങളുടെ ടാലൻറ്റ് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് വലിയ പാടാണ്. കാരണം നിങ്ങൾ 24 മണിക്കൂർ നിങ്ങളായിട്ടാണ് അവിടെ നിൽക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സണാലിറ്റി 100% ആളുകൾ ഡീകോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ന്യൂനതകളെ കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനായിട്ടാണ് അങ്ങനെയുള്ള ഒരു റിയാലിറ്റി ഷോ കൊണ്ട് സാധ്യമാവുന്നത്. ആ ഒരു ന്യൂനതകൾ പലപ്പോഴും നിങ്ങളുടെ അവസരങ്ങൾ നിഷേധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊരു അവസരത്തിന് വേണ്ടി ബിഗ് ബോസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ 1000 അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. ഇപ്പോൾ അലിൻ ജോസ് പെരേര, ആറാ ടണ്ണൻ, അങ്ങനെയുള്ള കുറേയധികം ഗ്യാങ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയാണ് ജീവിക്കുന്നത്. അങ്ങനെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വഴി ജീവിക്കുന്ന ഒരു ജീവിതമാണ് നിങ്ങൾ മുന്നോട്ടേക്ക് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഓക്കെയാണ്. അല്ലാത്ത, നിങ്ങൾക്ക് മറ്റുള്ള ആളുകളിൽ ഇല്ലാത്തൊരു സ്പെഷ്യൽ ടാലൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫൈലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ജീവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആളുകളുടെ അംഗീകാരങ്ങൾ, കയ്യടികൾ, നിങ്ങളുടെ ഒരു വിജയത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ട്രോഫി, അതിൻ്റെ ആ ഒരു ടൈം, അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ദീർഘകാലം ജീവിക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഓരോ അച്ചീവ്മെൻറ്റുകൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുത്തെടുത്ത് മുന്നോട്ടേക്ക് പോകണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, സിനിമയിൽ 1-2 അവസരങ്ങൾ ചിലപ്പോൾ ലഭിക്കും, അല്ലെങ്കിൽ കുറേയധികം ഉദ്ഘാടനങ്ങൾ കിട്ടും. നൈമിഷികമായിട്ടുള്ള ചില ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ കംപ്ലീറ്റ് ജീവിതം ഒരു 90 ദിവസം അല്ലെങ്കിൽ 100 ദിവസം 24 മണിക്കൂറിൽ വിൽക്കുക എന്ന് പറയുന്നത് ഇത്ര നഷ്ടമുള്ള പരിപാടി വേറെയില്ല. ഇനി അടുത്തതായി, മൂന്നാമതായി, പലപ്പോഴും ആളുകൾ ബിഗ് ബോസിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകം കൊണ്ടാണ്: സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ നഷ്ടം.
ബിഗ് ബോസിലൊക്കെ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസിന് ഡെയിലി പേയ്മെൻറ്റ് 10,000 രൂപ മുതൽ ആരംഭിക്കുകയാണ്. ചില ആളുകൾക്ക് ലക്ഷങ്ങൾ വരെ ഒരു ദിവസം ലഭിക്കാറുണ്ട്. അപ്പോൾ 30 ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം വെച്ചാണെങ്കിൽ 30 ലക്ഷം രൂപ ഒരാൾക്ക് ലഭിക്കും. നിലവിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഇതുവരെ പങ്കെടുത്തിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കോമൺ സെൻസോടെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും അതൊരു വലിയ എമൗണ്ടാണ്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഫെയിം കൊണ്ട് മുന്നോട്ടേക്ക് ജീവിക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ 30 ദിവസം ആളുകളുടെ മുൻപിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കാം. അതുവഴി അതൊരു ഫാസ്റ്റ് ബിലീഫാണ്. കാരണം ഫെയിം കൊണ്ട് നമുക്ക് എത്ര കാലം ജീവിക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് സൊസൈറ്റിയുടെ ഒരു നേർചിത്രമാണ്. അങ്ങനെയുള്ള ചില ചിന്താ വൈകല്യങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മിസ്റ്റേക്കുകൾ കാണിക്കുന്ന ഒരു വലിയ തെറ്റിദ്ധാരണ, നമ്മളൊക്കെ ആരാണ്? നമുക്ക് അത്യാവശ്യം ആരോഗ്യമുണ്ട്, നമുക്ക് നല്ല സമാധാനമുള്ള ഒരു ജീവിതമുണ്ട്, നല്ല കുടുംബ ബന്ധങ്ങളുണ്ട്, സൗഹൃദ ബന്ധങ്ങളുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ചെറിയ വരുമാനമൊക്കെ ഉണ്ട്. ആ ഒരു വരുമാനത്തിൽ ഒരു ഉയർച്ച ഭാവിയിൽ ഗ്രാജുവലായിട്ട് നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പൊന്മുട്ടയിടുന്ന താറാവുകളാണ്. ഈ കണ്ടസ്റ്റൻസിൽ പല ആളുകളും ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം സിനിമയിലൊക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകളാണ്. അവർ പൊന്മുട്ടയിടുന്ന താറാവുകളാണ്. പക്ഷേ പൊന്മുട്ടയിടുന്ന താറാവ് ഒരു ദിവസം ഒരു മുട്ടയിടത്തുള്ളൂ. ഇത്തിരി കാത്തിരിക്കണം. അപ്പോൾ ആ ഒരു മുട്ടകളൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഒരു മുട്ടകൾ സൂക്ഷിച്ച് വെച്ച് പൊന്നിന് വില കൂടുന്ന സമയത്ത് വിൽക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, എങ്ങനെയെങ്കിലും കുറേയധികം പണം പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ, പെട്ടെന്ന് കുറേ ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരിയധികം ലാഭങ്ങളുണ്ടാവും. അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ പെട്ടെന്ന് ഫെയിം കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളെല്ലാം വിചാരമുണ്ട്, നമുക്കിപ്പോൾ 1 കോടി രൂപ ഒറ്റയടിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ അങ്ങോട്ട് ചെയ്യും. ഇല്ല. 1 കോടി രൂപ ഒറ്റയടിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് FD ഇടും. ഇല്ല, ഒന്നും നടക്കില്ല. നമ്മളിതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എഫേർട്ട് ജീവിതത്തിൽ ഇട്ടെങ്കിൽ മാത്രമേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് 1 കോടി രൂപ ഇപ്പം കിട്ടിയിട്ട് നിങ്ങൾ ജീവിതം സെറ്റ് ചെയ്യുന്നതും, നിങ്ങൾ ഈ 1 കോടി രൂപ ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഗ്രാജുവലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല ഫൗണ്ടേഷൻ ഇട്ട് മുന്നോട്ടേക്ക് പോകുന്നതും ഒരേ രീതിയിലുള്ള റിസൾട്ടാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് നല്ല ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ള മുന്നോട്ടേക്കുള്ള പോക്കാണ്. മുഖത്തുള്ള ഫൗണ്ടേഷനെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്. അങ്ങനെ ഫൗണ്ടേഷൻ കിട്ടിയിട്ട് പെട്ടെന്നൊരു ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ചില കണ്ടസ്റ്റൻസിനെ ഈ സീസണിൽ കണ്ടു. ഈ സീസണിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മേക്കപ്പ് സാധനങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ സ്ത്രീകളിൽ പല ആളുകളും വളരെ ഇൻസെക്യൂർഡാണ്. അവരുടെ ഒരു ഒബ്സഷനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരങ്ങ് ഭ്രാന്ത് പിടിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ മേക്കപ്പ് ഇടുകയാണ്. ലിപ്സ്റ്റിക്ക് ഇടാതെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഏതൊക്കെ തരം വൾണറബിലിറ്റീസിനെയാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഒബ്സഷൻ, നിങ്ങളുടെ ആ ഒരു വൾണറബിലിറ്റി, നിങ്ങളുടെ ആ ഒരു ന്യൂനത, നിങ്ങളുടെ ബലഹീനത എല്ലാം ഈ 100 ദിവസം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ ബലഹീനതകൾ നമ്മുടെ സ്വകാര്യതകളാണ്. അതേപോലെ തന്നെ നമ്മുടെ ബലഹീനതകൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ സ്പേസിൽ മാത്രം പറയേണ്ടുന്ന സംഗതികളാണ്. അതിനെ വിൽക്കാതിരിക്കുക. പല കണ്ടസ്റ്റൻസും ഈ പൊന്മുട്ടയിടുന്ന താറാവായിട്ടുള്ള അവരുടെ പ്രൊഫൈലിനെ പെട്ടെന്ന് കൊന്നെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ബിഗ് ബോസിലേക്ക് വരുന്നത്. അത് വളരെ നഷ്ടമാണ്. ചിലപ്പോൾ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോഴത്തേനും നിങ്ങളെ അവിടുന്ന് എവിക്റ്റാക്കി വിടും. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ എവിക്റ്റായി പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ അത്രയധികം ഹെയ്റ്റുമായിട്ടായിരിക്കും പുറത്തേക്ക് പോകുന്നത്. ഈ സീസണുകൾ ഇങ്ങനെ നടത്തപ്പെടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഓർമ്മിക്കപ്പെടും. ഓരോ സീസണിലും നിങ്ങൾക്കെതിരെയുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ ഒരു പദ്ധതി അവിടെ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുന്നു മറ്റൊരാളുടെ പദ്ധതിയുടെ ഭാഗമായിട്ട്. ഈ എൻഡമോൾ ഷൈൻ, അതേപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ, ഏഷ്യാനെറ്റ്, അങ്ങനെയുള്ള കുറേയധികം ആളുകളുടെ സാമ്പത്തിക ലാഭ പദ്ധതിയാണ്. നിങ്ങൾ ആ ഒരു പദ്ധതിക്ക് ഇടയിലേക്ക് പോയി ഒരു ചെറിയ പദ്ധതി ആവിഷ്കരിക്കാനായിട്ട് ശ്രമിച്ച് അത് ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാതി വഴിയിൽ അവിടെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇനി നമ്മൾ അറിയേണ്ടുന്ന മറ്റൊരു സംഗതിയുണ്ട്, മെൻ്റൽ ആൻഡ് ഇമോഷണൽ സ്ട്രെയിൻ. ബിഗ് ബോസിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന 1-2 കണ്ടസ്റ്റൻസ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ കടുത്ത സൈബർ അറ്റാക്കിൻ്റെയും കടുത്ത ട്രോമയുടെയും ഡിപ്രഷൻ്റെയൊക്കെ വഴികളിൽ കൂടെയാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അവരുടെയൊക്കെ എക്സ്പീരിയൻസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കരയുകയാണ് പല ആളുകളും. ശരിക്കും അത് വേർത്താണോ? ഈ ഒരു കരച്ചിലും പിഴിച്ചിലും നിങ്ങളുടെ ഇമേജ് മുഴുവൻ ആളുകൾക്ക് ചെറിയ തുകയ്ക്ക് വിറ്റിട്ടുള്ള ഈ ഒരു വിഷമങ്ങളൊക്കെ ശരിക്കും വെറുത്താണോ? അല്ല. ഇതുകൊണ്ട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ച് ആളുകളാണ്. ശരിക്കും ഈ ഒരു റിയാലിറ്റി ഷോയുടെ റിയാലിറ്റി എന്താണ്? 10, 20, 25 ആളുകൾക്കിടയിൽ നിന്ന് ഒരാൾ കപ്പുയർത്തുമ്പോൾ ബാക്കിയുള്ള ആളുകളെ ചവിട്ടി താഴെയിട്ടിട്ടാണ് കപ്പുയർത്തുന്നത്. ചവിട്ടി താഴെയിട്ടിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് താഴേക്ക് വീഴുന്നത്? അവർ ആളുകളുടെ മുഴുവൻ ചവിട്ടു ഏറ്റുവാങ്ങി PR ടീമുകളുടെ വളരെ മോശമായിട്ടുള്ള സൈബർ നിക്ഷേപത്തിൻ്റെയും അല്ലെങ്കിൽ ഇമേജ് ടാർണിഷിങ്ങിൻ്റെ ഒക്കെ ഇരയായിട്ട് മാറിയാണ് അവർ താഴെ ചവിട്ടി അരയ്ക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതത്തിലെ സമാധാനവും കരിയറും പ്രൊഫൈലും ഒക്കെ തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവും. അവസാനം വിജയിക്കുന്ന 1-2 ആളുകളുടെ ജീവിതത്തിൽ ഉയർച്ച കണ്ടിട്ട്
അല്ലെങ്കിൽ ക്ലിക്കായിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകളുടെ ജീവിതത്തിലെ ഉയർച്ച കണ്ടിട്ട് നമുക്കിത് സൂപ്പർ പരിപാടിയാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ ആരുടെയും പേരെടുത്തിട്ടൊന്നും പറയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്, പല വിവാദങ്ങളിൽ കൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, പല രീതിയിലുള്ള കഴിവുള്ള ആളുകളൊക്കെ ഈ ഒരു റിയാലിറ്റി ഷോയിലേക്ക് വന്നതിന് ശേഷം അവരുടെ ജീവിതം എങ്ങനെ താറുമാറായി എന്നുള്ളത് നമുക്കറിയാം. ഇവരെ ചവിട്ടി മരിച്ചിട്ടുള്ള ചില ആളുകൾ, ചില രാജാക്കന്മാർ ഹിറ്റടിച്ച് എപ്പോഴും സമൂഹത്തിൽ ഫെയിമിൽ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആളുകൾക്ക് എന്നും സൈബർ നിക്ഷേപങ്ങളും അതേപോലെ തന്നെ ട്രോമകളും മാത്രമാണ് ബാക്കിയായിട്ടുണ്ടാവുക. ഇനി അടുത്തത്, സ്മാർട്ടായിട്ടുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, റെപ്യൂട്ടേഷൻ കാര്യമായി തന്നെ ഉള്ള ആളുകൾ ഈ ഒരു ഓഫറൊക്കെ നിരസിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നിരസിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ റിസ്കിലാവും എന്നുള്ളത് തന്നെയാണ്. ഒരു എഡിറ്റഡ് റിയാലിറ്റി ഷോയിൽ ആളുകളെ എൻ്റർടൈൻ ചെയ്യണം, എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഒരിക്കലും നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ഇമേജ് ആയിരിക്കില്ല എഡിറ്റർക്ക് പുറത്ത് കാണിക്കാനായിട്ട് തോന്നുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ നല്ലൊരു ഇമേജ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു 24 hour ക്യാമറകൾ ഒപ്പിയെടുക്കുന്ന ഒരു ഷോ വഴി സാധ്യമാകത്തില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മളൊന്ന് 100% ആളുകളുടെ മുൻപിൽ നമ്മളുടെ ജെന്യുവിനിറ്റി ഒന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ജീവിത പങ്കാളിയുടെ മുന്നിലല്ലാതെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ മുന്നിലൊക്കെ നമുക്ക് നമ്മുടെ ഒരു ട്രൂ സെൽഫൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. കാണിച്ചു കൊടുക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഉപദ്രവം ഇല്ല എന്നുണ്ടെങ്കിൽ. അല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഒരാളുടെ മുൻപിലും നമ്മൾ റിയലി ആരാണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ല. നമുക്കെല്ലാവർക്കും ചില കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, നമുക്കെല്ലാവർക്കും ചില ഗ്രേ ഏരിയകളുണ്ട്. അതെല്ലാം നമ്മുടെ സ്വകാര്യമാക്കി വെച്ചിട്ട് ഈ ഒരു ലോകത്തിൽ സർവൈവ് ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. ഫിറ്റസ്റ്റ് വിൽ സർവൈവ്. എങ്ങനെയാണ് ഫിറ്റായിട്ട് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുക? നമ്മൾ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയരുത്, ഒളിക്കേണ്ട കാര്യങ്ങൾ ഒളിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒളിക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ കണ്ടുപിടിച്ചോളും. അല്ലാത്ത നമ്മളുടെ പേഴ്സണാലിറ്റിയിലെ ചില വൾണറബിലിറ്റീസ്, നമ്മുടെ ചില ബലഹീനതകൾ, ന്യൂനതകൾ ഒളിച്ചു വെച്ചിട്ട് അത് നമുക്കെതിരെ ഒരു ആയുധമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ എടുത്തിട്ട് മുന്നോട്ടേക്ക് ജീവിക്കണം. ഇതൊരു സിമ്പിൾ കളിയല്ല. സർവൈവ് ചെയ്യാനായിട്ട് വലിയ പാടാണ്. അവിടെ നമ്മുടെ ട്രൂ സെൽഫ് എന്നുള്ള രീതിയിൽ ഒരു കൂട്ടം ആളുകൾ ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഒരു പിക്ചർ എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഫോൾസ് ആയിരിക്കും. ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഇമേജിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ, ഒരു വലിയ സമൂഹം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് വലിയ പാടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ലോയർ അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, അവർ നല്ല രീതിയിൽ അവരുടെ ജോലി ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു റിയാലിറ്റി ഷോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ കരിയറിൽ അത് ഹെൽപ്പ് ചെയ്യില്ല. ചിലപ്പോൾ അവരുടെ ആ ഒരു പ്രൊഫഷൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു ബഹുമാനം, അവരുടെ ട്രൂ സെൽഫ് എന്ന് പറഞ്ഞ് റിയാലിറ്റി ഷോയുടെ നിർമ്മാതാക്കൾ കാണിക്കുന്ന ആ ഒരു സംഗതി കാണുന്ന സമയത്ത് അങ്ങോട്ട് പോയി കിട്ടും. ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി MBBS പാസ്സായിട്ടുള്ള ഒരു ഡോക്ടറാണ്. അയാളെ ഇന്ന് അയാളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണോ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് എന്ന ആ ഒരു ടാഗിൻ്റെ അടിസ്ഥാനത്തിലാണോ ആളുകൾ കാണുന്നത്? അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അംഗീകാരം കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല കഴിവുള്ള ആ ഒരു വ്യക്തിയെ ഒരു ഉദ്ഘാടകനായിട്ടും ഒരു അലറൽ വീരനായിട്ടും ഒക്കെയാണ് സോഷ്യൽ മീഡിയ പിക്ചറൈസ് ചെയ്തത്. അയാൾ പിന്നീട് ആ ഒരു താളത്തിനനുസരിച്ചിട്ട് പോകുന്നതും നമ്മൾ കാണേണ്ടി വന്നു. ഇത്തരത്തിൽ നിങ്ങളുടെ നിലവിലുള്ള കഴിവുകളെയും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. ആരുടെ പദ്ധതികൾക്ക് വേണ്ടി? എൻഡമോൾ ഷൈൻ, ഹോട്ട്സ്റ്റാർ, ഏഷ്യാനെറ്റ് എന്നിവരുടെ സാമ്പത്തിക ലാഭ പദ്ധതികൾക്ക് വേണ്ടി നിങ്ങൾ വെറുതെ ഒരു കോമാളിയായിട്ട് അവിടെ പോയി കിടന്ന് നിങ്ങളുടെ ജീവിതം തീർക്കും. അതിൽ ചിലപ്പോൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾസ് ഉണ്ടാവും. അഖിൽ മാരാർ ഉദ്ഘാടനത്തിന് 5 ലക്ഷം രൂപ വാങ്ങുന്നു. അഖിൽ മാരാർ ഉദ്ഘാടനത്തിന് 5 ലക്ഷം രൂപ വാങ്ങുന്നു. ആ ഒരു സീസണിൽ എത്ര കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു? അതിൽ എത്ര ആളുകളെ നിങ്ങൾക്കിപ്പോൾ അറിയാം? അതിൽ എത്ര ആളുകൾ മികച്ച അവസരങ്ങൾ നേടി മുന്നോട്ടേക്ക് പോയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും? 1-2 ആളുകൾക്ക് എന്തൊക്കെ ഒരു അവസരങ്ങൾ കിട്ടി. പക്ഷേ അവർ അതിനേക്കാളിലും മികച്ച രീതിയിൽ ആ ഒരു കാലങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ മികച്ച അവസരങ്ങൾ കിട്ടിയേനെ. സമൂഹത്തിൽ ഈ ബിഗ് ബോസ് വഴി വലിയ അവസരങ്ങൾ കിട്ടിയ, വലിയ ആളായിട്ട് മാറിയ, ഏതെങ്കിലും മേഖലയിൽ ഉന്നതിയിലെത്തിയ എത്ര ആളുകളെ നമുക്ക് കാട്ടിത്തരാനായിട്ട് പറ്റും? ഇല്ല. എല്ലാ ആളുകളും ഒരു മീഡിയോക്കർ ലെവലിലേക്ക് പോകും. അവർ മുന്നേയും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൂടെ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇനി മറ്റൊരു ഉത്തരം കൂടെ ഞാൻ പറയാം. ഇതൊരു ഗെയിം ഷോ ആണ് എന്നുണ്ടെങ്കിൽ, ഇതൊരു മത്സരമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടാണ് മത്സരിക്കേണ്ടത്? അവിടെ വരുന്ന കുറേയധികം കണ്ടസ്റ്റൻസ്, നിങ്ങളൊരു ആർട്ടിസ്റ്റായിട്ട്, നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തിട്ട് അങ്ങടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടാണ് മത്സരിക്കേണ്ടത്? ചിലപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റൻറ്റ് മഞ്ഞ ചാനലുകളുടെ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ഫെയിം നേടിയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയോടായിരിക്കും നിങ്ങൾ മത്സരിക്കേണ്ടത്. ശരിക്കും അയാളോട് മത്സരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല. നമ്മൾ ജീവിതത്തിൽ, നമ്മുടെ കരിയറിൽ, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ
ആരോട് മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. അതിനൊരു സ്റ്റാൻഡേർഡ് നിങ്ങൾ വെക്കേണ്ടതുണ്ട്. നിങ്ങളെക്കാട്ടിലും ഉയർന്ന ആളുകളോട് മത്സരിച്ചിട്ട് വിജയം നേടിയെങ്കിൽ മാത്രമേ ആ ഒരു വിജയത്തിന് ഒരു വാല്യൂ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരു ക്ലാസ്, നിങ്ങൾ ഒരിക്കലും ആയിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ക്ലാസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതി, അതിനോടൊക്കെ നിങ്ങൾ മത്സരിച്ചിട്ട് തോറ്റു പോവുകയാണ് അല്ലെങ്കിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്ത് ക്വാളിറ്റിയാണുള്ളത്? നിങ്ങൾക്കറിയില്ല നിങ്ങൾ ആരുമായിട്ടാണ് അവിടെ മത്സരിക്കേണ്ടത് എന്ന്. അവിടെ വരുമ്പോഴേ നിങ്ങൾക്കുള്ള എതിരാളികളെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾക്കിടയിൽ കിടന്ന് തമ്മിലടിച്ച് മത്സരിച്ചിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഗുണമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ, സ്മാർട്ടായിട്ടുള്ള ആളുകൾ അവരുടെ എതിരാളികളെ തിരഞ്ഞെടുക്കുന്ന സമയത്തും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മുടെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെ ചുമ്മാ ഒരു ഫാൾസ് ബിലീഫാണ്. മറ്റേ ആളുകൾ അയ്യോ ബിഗ് ബോസ് റിയാലിറ്റി ഷോ, ആളുകൾ കൈയടിക്കുന്നു, ഉദ്ഘാടനം കിട്ടുന്നു, നാട മുറിക്കുന്നു. കേവലം നാട മുറിക്കാനായിട്ടോ കയ്യടികൾ കിട്ടാനായിട്ടോ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളുടെ ആകെയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങളിൽ വളരെ സമാധാനം, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് സമാധാനം, അതേപോലെ തന്നെ നമുക്ക് സന്തോഷം, അധികം വലിയ വള്ളികളില്ലാതെ വെറുതെ ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആവാതെ മുന്നോട്ടേക്ക് പോവുക. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സിനിമാ നടൻ, വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു കലാകാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മേഖലയിൽ, അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ അവർ ഗംഭീരമായിട്ടുള്ള ഔട്ട്പുട്ടുകൾ സമ്മാനിച്ചതുകൊണ്ടാണ്, ഇൻപുട്ടുകൾ കൊടുത്തതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതുപോലെയല്ല ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിങ്ങൾ അവിടെ പോയി ഒച്ചയിട്ട് ആളുകളുമായിട്ട് അലമ്പുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ വന്ന് കാറി കൂവി കുറേയധികം ഫാൻസിനെ സൃഷ്ടിക്കുന്ന സമയത്ത് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള റിയാലിറ്റികൾ. കേൾക്കുന്ന സമയത്ത് ഒത്തിരിയധികം ആളുകൾക്ക് വിഷമുണ്ടാകും എന്നുള്ളത് എനിക്കറിയാം. കണ്ടസ്റ്റൻസിനും എക്സ് കണ്ടസ്റ്റൻസിനും ഒക്കെ വിഷമുണ്ടാവും. പക്ഷേ ഇതല്ലേ റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ ഈ ഒരു റിയാലിറ്റി ഷോ കാണും, അതിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു ബിലീഫിൽ അവിടെ ചെന്നുപെട്ടു. നമുക്കവർ എൻ്റർടൈൻമെൻറ്റ് നൽകുന്നുണ്ട്, അവർ അങ്ങനെ ഒരു കൺസെൻറ്റ് അവിടെ കൊടുത്തിട്ടാണ് അവിടേക്ക് പോയിരിക്കുന്നത്. നമുക്കവർ ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയിലെ കഥാപാത്രങ്ങൾ മാത്രമാണ് നിലവിൽ. അവരുടെ വിജയമോ പരാജയമോ നമ്മളെ പേഴ്സണലായിട്ട് ബാധിക്കുന്നില്ല. നമ്മൾ ഒരു വലിയ കൂട്ടം ആളുകൾ അവരുടെ ഫാൻസായിട്ട് മാറാനായിട്ടും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് പറഞ്ഞു വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കുക. ഇവിടെയുള്ള ന്യൂ ജനറേഷൻ വെറുതെ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയുള്ള മറ്റുള്ള ആളുകളുടെ പദ്ധതികളിൽ ഭാഗമാവുന്നത് വലിയൊരു സംഗതിയാണെന്ന് ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.